പുറത്തെ കാഴ്ചകൾ കണ്ടു, അകത്തെ കാഴ്ചകൾ കാണണ്ടേ എന്നതാണ്. അപ്പോൾ നമ്മുടെ 24ന്റെ ന്യൂസ് ഡെസ്കിലും ലോകകപ്പിന്റെ ഒരു ആവേശം അതങ്ങ് ഹൈയിലാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഹലോ അനിൽ. എന്താ അവസ്ഥ? നമ്മള് സെറ്റല്ലേ നമ്മളും? അതായത് 24 ഇന്ന് ലോകകപ്പിന്റെ എല്ലാ വിശേഷങ്ങളും എല്ലാം സമഗ്രമായി നൽകാനുണ്ട്. അപ്പോൾ ഡെസ്കിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ പക്ഷം, ഇല്ലെങ്കിൽ അവരെന്താണ്, അവർക്ക് ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള ആവേശം, അതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് തീർച്ചയായും നാടും നഗരവും അങ്ങനെ ഫുട്ബോളിന്റെ ആവേശം നിൽക്കുമ്പോൾ നാടിന്റെ ന്യൂസ് ഡെസ്ക് 24ന്റെ ന്യൂസ് ഡെസ്കിൽ എന്താണ് ഫുട്ബോൾ ആവേശം എന്ന് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. ദേ തൂക്കിയിട്ടിരിക്കുന്നത് അർജന്റീനയുടെയും സ്പെയിന്റെയും ഒക്കെ തോരണങ്ങളാണ്, റിബണുകളാണ്. അപ്പൊ ഇത് ആരിന്ന് ഉയർത്തും? ഈ കളി കഴിയുമ്പോൾ ആരായിരിക്കും അതുകൊണ്ട് ആഘോഷം തീർക്കുക? ആര് ഇവിടെ ഇതൊക്കെ ചുരുട്ടിക്കെട്ടി ഓടും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഡെസ്കിലുള്ള ജേർണലിസ്റ്റുകളിൽ ഇവിടെ പല ടീമിന്റെ ഒപ്പമാണ്. ഇവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷം അർജന്റീനക്കാരുണ്ട് എങ്കിൽ പോലും നമുക്ക് സ്പെയിനിന്റെ ചില ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. പഴയ ബ്രസീലുകാരൊക്കെ സ്പെയിനായി മാറിയ ഒരു ന്യൂസ് ഡെസ്ക് കൂടിയാണ്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം അർജന്റീനയുടെ വനിതാ ഘടകത്തിൽ നിന്നാണ് കേട്ടോ. ക്രിസ്റ്റ്യാന ചെറിയാൻ, എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? അർജന്റീന ജയിക്കണമെന്നാണ് പ്രതീക്ഷ. പക്ഷെ മാച്ച് വളരെ ടഫായിരിക്കും. ഏറ്റവും ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണെന്ന് ഞാൻ പറഞ്ഞാൽ മുൻകൂർ ജാമ്യം എടുക്കലല്ല. ഗോകുല് പറഞ്ഞ പോലെ ഇതൊന്നും ആരും പറിച്ചെടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. കാരണം അർജന്റീന തോറ്റാലും നമ്മൾ അർജന്റീന തന്നെയാണ്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു ടീം, ശരാശരിക്കാരായ ഒരു ടീം, അത് ഒരു യങ് ബ്ലഡിനെ നേരിടുകയാണ്. എന്ത് സംഭവിച്ചാലും നേരിടുക എന്നതാണ്. അപ്പൊ അർജന്റീന ഒറ്റ ചോദ്യം, ഗോൾഡൻ ബൂട്ട് പിടിക്കുമോ? സാധ്യത 2 ഗോള് വേണം. അതിന് ചാൻസ് കുറവാണ്. അപ്പൊ ഇതാണ് അർജന്റീനയുടെ വനിതാ ഘടകത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ക്രിസ്റ്റ്യാന ചെറിയാൻ പറയുന്ന ഇതാണ്. ഇനിയിപ്പോ അടുത്ത വിഷ്ണു ഇവിടെ അർജന്റീനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. അർജന്റീന മാത്രം ഒരു പേടിയില്ല. യമാല് അടിച്ച് തൂഫാനാക്കുന്നില്ല. ഇല്ല, ജയിച്ചിരിക്കും അർജന്റീന തന്നെ, ഉറപ്പിച്ചോ. എന്നാൽ ഞങ്ങൾക്ക് ഇനി സ്പെയിന് വേണ്ടി ഇറക്കാനായി ഒരു പഴയ ബ്രസീലുകാരുണ്ട്. തോറ്റോടുകൂടി ബ്രസീൽ വിട്ടതോടുകൂടി ബ്രസീൽ ലോകകപ്പ് വിട്ടോടുകൂടി സ്പെയിനൊപ്പം പിടിച്ചിരിക്കുന്ന സരുൺ ജോസ്. ഞാൻ ബ്രസീലൊന്നും അല്ല, കൂറ് മാറിയതാണ്. ഇത്തവണ അർജന്റീന ആയിരുന്നു, ഇത്തവണ സ്പെയിനിലേക്ക് വന്നതാണ്. ഇത്തവണ കപ്പ് സ്പെയിൻ അടിക്കും, സ്പെയിൻ തൂക്കും, ഉറപ്പ്. പിന്നെ കഴിഞ്ഞ മത്സരങ്ങൾ പോലെ അർജന്റീനയ്ക്ക് എളുപ്പമാകില്ല. അർജന്റീന കളിച്ച് തന്നെ തോക്കേണ്ടി വരും. കഴിഞ്ഞ 7 മത്സരങ്ങളും അങ്ങനെ ആയിരുന്നില്ല. കളിച്ചുകൊണ്ട് ജയിച്ചു എന്നാണ്. പിന്നെ റെഫറി ഇനിയിപ്പോ എത്ര ഇടപെട്ടാലും കപ്പ് സ്പെയിൻ തൂക്കും. അപ്പൊ ഇനി ഇവിടെ ചില അർജന്റീന ഘടകക്കാർ വേറെ ഉണ്ട്. ഇവിടെ പെൺകുട്ടികൾ പറയുന്നത്, സൂര്യശ്രീ എന്താണ് ഇന്നത്തെ കളി? നാളെ സ്കൂൾ അവധിയായതുകൊണ്ട് മോന്റെ കൂടി ഇന്ന് രാത്രി ഇന്ന് കളി കാണണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മോൻ മെസ്സി ഫാനാ, കട്ട മെസ്സി ഫാൻ. എല്ലാ ദിവസവും വന്ന് അർജന്റീനയുടെ ജേഴ്സി ഇടണമെന്നും പറഞ്ഞു. അമ്മയോ? അമ്മ അന്നും ഇന്നും എന്നും ബ്രസീൽ ഫാനാണ്, പക്ഷെ ഇന്ന് സ്പെയിനൊപ്പം. ഓക്കെ, അപ്പൊ ഇനി അനന്യ എന്താണ് ലെമീൻ യമാലിന്റെ യങ് ബ്ലഡിനൊപ്പമാണോ ജെൻസിയോടൊപ്പമാണോ? മെസ്സിക്കൊപ്പം. അർജന്റീന എന്തായാലും ജയിക്കും. മെസ്സി തന്നെ. ഓക്കെ, ഇനി അപർണ നിങ്ങൾ കോഴിക്കോട്ടുകാരിയാണ്, ഫുട്ബോളിന്റെ നാട്ടുകാരിയാണ്. എന്താണ് അർജന്റീന വാമോസ്. അർജന്റീനക്കാരെ കൊണ്ട് രക്ഷയില്ലോ. ഞാനിവിടെ ഇനി അടുത്ത ഘടകത്തിലേക്ക് പോട്ടെ. അടുത്ത ബ്രസീൽ തോറ്റത് മുതൽ സ്പെയിനായി മാറിയ ഈ ഇന്നത്തെ കളിയിൽ ഞങ്ങളുടെ ബ്രസീൽ ഘടകത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായ മോസിനെ, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അല്ല, സ്പെയിൻ അനായാസം ജയിക്കും. ഞാൻ വിചാരിക്കുന്നത് സ്പെയിൻ ഒരു 3 അല്ലെങ്കിൽ 4 ഗോളിന് ജയിക്കുന്നതാണ്. കാരണം 3-4 അല്ല, അതിന് കാരണം ഈ പറഞ്ഞ പോലെ സ്പെയിനിന്റെ ഈ ഹൈ പ്രസിംഗ് അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ പ്ലേ എല്ലാം മറികടക്കാൻ അർജന്റീനക്ക് സാധിക്കാൻ ഈ തന്ത്രവും ഭാഗ്യമൊന്നും വില പോയില്ലെന്നാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ പ്രധാനപ്പെട്ട യൂറോപ്യൻ ടീമുകൾക്കെതിരെ അർജന്റീന കളിക്കുമ്പോൾ ഒരു പ്രയാസം പൊതുവെ നേരിടാറുണ്ട്. കഴിഞ്ഞ കളിയിൽ കണ്ടതാണ്. ഇന്ന് സ്പെയിൻ ആയതുകൊണ്ട് അവർ ബോൾ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അപ്പൊ അർജന്റീന ഓടി തളരാനാണ് കൂടുതൽ സാധ്യത. അപ്പൊ മെസ്സിക്കും പിള്ളേർക്കും പന്ത് കിട്ടത്തില്ല എന്ന് ഇത്ര ഉറപ്പോടുകൂടി കോൺഫിഡൻസോട് പറയുന്നത് ഇപ്പൊ കേട്ടല്ലോ. അപ്പൊ എന്തായാലും നോക്കി വെച്ചോ പ്രേക്ഷകരെല്ലാവരും. അപ്പൊ ഇനി എന്താണ് മോസി പറയുന്നത്? ഇനി ഇവിടെ ഇരിക്കുന്നത് ഒരു നിര സ്പോർട്സുകാരാണ്. അപ്പൊ ദിൽന മധു, എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? ഫേസ്ബുക്കിലൊക്കെ ഒരു നീണ്ട കുറിപ്പൊക്കെ കണ്ടു, കളിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ അതിന്റെ ചുരുക്കം. അതെ, കളിച്ചാലേ ജയിക്കാൻ പറ്റും. പക്ഷെ എന്തായാലും അർജന്റീന കപ്പെടുക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. സ്പെയിൻ കൊണ്ടുപോകും ഉറപ്പ്. അപ്പോ ഇനി അസർ ബിൻ അസീസ് ഇവിടെ വരൂ. അസറ, എന്താണ് ഇന്നത്തെ കളിയെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ, ഒരു സത്യസന്ധമായ വിലയിരുത്തൽ? കളിച്ചാൽ മാത്രം പോരാ, ഗോൾ അടിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആദ്യ ഗോള് സ്പെയിൻ അടിക്കും, അർജന്റീന തിരിച്ചടിക്കും. രണ്ടാമത്തെ വിജയ ഗോള് 80-ാം മിനിറ്റിന് ശേഷം സ്പെയിൻ അടിക്കുന്നു, കപ്പ് സ്പെയിൻ കൊണ്ട്. വെളുപ്പിന്നവരെ കളി പോവോ? ഇല്ല, 90 മിനിറ്റ് തീരുമാനമാക്കും. 90 മിനിറ്റ് തീരുമാനമാക്കും. ആരായാലും തീരുമാനമാക്കും. അപ്പൊ എല്ലാവർക്കും മനസ്സമാനത്തോടുകൂടി നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്നാണ് അസർ പറയുന്നത്. ഹരിയുണ്ട്, ഹരികൃഷ്ണൻ. ഹരി അർജന്റീന ഫാനാണ്. ഇവിടെ അർജന്റീനക്കാരെ കൊണ്ട് തട്ടിട്ട് മുട്ടി നടക്കാൻ ഇനി വരത്തോട്ട് തിരിഞ്ഞാൽ ഇവിടെ മുഴുവൻ അർജന്റീനക്കാരാണ്. അപ്പൊ ആദ്യം ഹരിയിലേക്ക്. ഹരി, എന്താണ് ഇന്ന് എത്ര? ഒന്നുമില്ല, മെസ്സി ഇന്ന് എത്ര ഗോൾ അടിക്കും? 3 എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചുമ്മാ വെച്ചങ്ങ് കീച്ചുവാ. മെസ്സി
ഗോൾഡൻ ബൂട്ട് വേണം. അത് സമയമുണ്ട്, സമയമുണ്ട്. ചുമ്മാ ചുമ്മാ പോകാൻ പറ്റില്ല, സമയമുണ്ട്, ഘടകമുണ്ട്. അടിക്കുവോ? ഉറപ്പുണ്ടായിരിക്കും. ഉറപ്പുണ്ട്. അത് എംബാപ്പെ കൊണ്ടുപോകും. ഓക്കെ. ഏതായാലും എംബാപ്പെ ഇതായത് നമ്മുടെ ഏലിയാസ് വരുന്നത് ഇവിടെ. ഏലിയാസ്, എന്താ ഇന്നത്തെ ഒരു കളിയുടെ ഒരു മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ? അർജന്റീന അടിക്കും 3-1. ഉറപ്പ്. പിന്നെ മെസ്സി 2 ഗോള്, എൻസോ 1 ഗോൾ. ഗോൾഡൻ ബൂട്ട് വേണ്ട. ഗോൾഡൻ ബൂട്ട് കിട്ടണമെങ്കിൽ അസിസ്റ്റ് അടിക്കണം, അത് മെസ്സി അടിക്കും. ഇത് ഇവിടെ അസിസ്റ്റ് വരെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏലിയാസ്. അപ്പോ ഇവിടെ നമ്മുടെ വാമോസ് വിളിച്ചോ? വാമോസ് ഇവിടെ മൊത്തത്തിൽ ഒരു വാമോസ് വിളിച്ചിട്ട് പോ. ഓക്കെ. അപ്പൊ ഇവിടെ അർജന്റീനയുടെ 2 എഡിറ്റേഴ്സ് ഉണ്ട്. വിഷ്ണു ഡ്യൂ ആണ്. അപ്പൊ വിഷ്ണു രണ്ടുപേരുടെ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഇവിടുത്തെ ഡൈ ഹാർഡ് അർജന്റീനയാണ്. ചത്താലും കൊന്നാലും തോറ്റാലും ജയിച്ചാലും എല്ലാം അർജന്റീന. ഒരു കാര്യം പറയാം, ഇത്ര ആവേശം പറഞ്ഞ ആളുകൾക്കെല്ലാം രാത്രിയിൽ ഒരു സ്റ്റാറ്റസ് ഇടാം. ഇതാ പറയുന്നത്, സ്റ്റാറ്റസ് പോലും മറന്നു കേട്ടോ. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റാറ്റസ്. ചങ്കിലാണ് സ്പെയിൻ. അപ്പോ അനിലെ ഇങ്ങനെയാണ് ഇത്. അർജന്റീന ഫാൻസ് ഇനിയുണ്ട്, അഫ്സലുണ്ട്, ഇവിടെ നിരന്നിരിക്കുന്ന ആളുകളൊക്കെ 6 മണി ഹെഡ്സിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് ഞാൻ അഫ്സലിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അഫ്സൽ പറയുന്നത് ഇവിടെ എന്തായാലും അർജന്റീന ജയിക്കും എന്നുള്ള പക്ഷക്കാരെ കൂടുതലുള്ളത്. അഫ്സൽ അങ്ങനെ ഒരു പക്ഷമില്ല. സ്പെയിന് 3-2 ജയിക്കും. 3-2 ജയിക്കും. പക്ഷേ മെസ്സി ഗോൾഡൻ ബൂട്ട് ഇല്ല ഒന്നും ഉണ്ടാവില്ല. മെസ്സി ഇന്ന് കരഞ്ഞുകൊണ്ട് കയറേണ്ടി വരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് നാട്ടിൽ വന്നൊരു രസകരമായിട്ടുള്ള ഒരു മെസ്സേജ് വായിക്കുക. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മൾ ഇത്രയും കളികൾ കമ്മിറ്റിയുടെയും റഫറിമാരുടെയും കാരുണ്യത്താൽ തട്ടിമുട്ടി രക്ഷപ്പെട്ടു പോന്നു. ഫൈനലിൽ എത്തി. പക്ഷെ ഇന്ന് ജയിച്ചു കയറണമെങ്കിൽ ലെയിൻ റഫറി തൊട്ട് ഒരു സംഖ്യ കൊടുക്കേണ്ടതുണ്ട്. ഇതുവരെയുള്ള പിരിവ് പോലെയല്ല. അതുകൊണ്ട് അർജന്റീനയുടെ വിജയത്തിനായി ഓരോരുത്തരും മനസ്സറിഞ്ഞ് സഹായിക്കുക. സൈദാലി 500, ഷംസു 500 തൊട്ടുള്ളൊരു പിരിവാണ്. ഈ ഘടകങ്ങളൊക്കെ മറികടന്ന് സ്പെയിൻ എന്തായാലും 3-2 ജയിക്കും. പെരിന്തൽമണ്ണക്കാരനായ അഫ്സലിന്റെ നാട്ടിൽ വന്ന ഒരു മെസ്സേജാണ് അഫ്സൽ വായിച്ചത്. അപ്പോ അനിലെ, അർജന്റീന ഫാനായ അനിലിന് ഇത് ചെക്ക് വെച്ചിരിക്കുകയാണ്. ആ മെസ്സേജ് കേട്ടല്ലോ. അപ്പൊ ഇവിടെ സ്പെയിന് വേണ്ടിയുള്ള കവിതകൾ എഴുതി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അർജന്റീന കവിത എഴുതേണ്ടി വരുമോ? കരച്ചിൽ കവിതയാവുമോ അതോ വിജയഗാഥയാവുമോ എന്ന് കാത്തിരിക്കാം. അത് തന്നെയാണ്, കാത്തിരിപ്പാണ്. പക്ഷേ അഫ്സല് അത് ഗംഭീരമായി. അതായത് അഫ്സലിന്റെ ഇനി സ്വത്തം വെളിപ്പെടുത്താതെ പോകാതെ വഴിയില്ല എന്നതാണ്. അഫ്സൽ ഒരു ഡൈഹാർഡ് ബ്രസീൽ ഫാനായിരുന്നു. തോറ്റത് മുതൽ ആദ്യം അന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോർച്ചുഗലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ ഫ്രാൻസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒടുവിൽ ഇതാ സ്പെയിനിലേക്ക് എത്തിച്ചേർന്ന മൂസിനെയും അഫ്സലിനെയും നോക്കി വെച്ചിട്ടുണ്ട്. ടോബി അടക്കമുള്ള ഞങ്ങളുടെ അർജന്റീന ഫാൻസ് എന്ന് കൂടി പറയുന്നു. എന്തായാലും വളരെ രസകരമായ കാഴ്ച തന്നെയാണ് പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയത്. നമ്മളങ്ങനെ എല്ലാവരും, നമ്മുടെ ടീമിലെ എല്ലാവർക്കും ടീമുകളുണ്ട്. അപ്പോൾ എല്ലാ ആവേശവും അത് നമ്മൾ നമ്മുടെ സ്ക്രീനിലേക്കും പകർത്താൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അപ്പോൾ വലിയ രീതിയിലുള്ള പോരാട്ടം ഇന്ന് ഡെസ്കിലും നമ്മളുണ്ട്. യുദ്ധങ്ങൾ നടക്കും ഇന്നും ഡെസ്കിൽ എന്നുകൂടി പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.